ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, +1 സയൻസ് ഗ്രൂപ്പിലെ മറ്റൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സയൻസ് ഗ്രൂപ്പ് ഇഷ്ടത്തോടുകൂടി എടുത്ത് പഠിക്കുകയാണല്ലേ? നമ്മളിപ്പോൾ കെമിസ്ട്രിയുടെ കുറേ ക്ലാസ്സുകൾ കഴിഞ്ഞല്ലോ. എത്രത്തോളം ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ ഇതുവരെ ടീച്ചേഴ്സ് നൽകിയത്? 7 അല്ലേ? എന്തൊക്കെയാണ് ആ ചാപ്റ്ററിലൂടെ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് വന്നത്? നമ്മളാദ്യം ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കെമിസ്ട്രി പഠിച്ചല്ലേ? പിന്നെയോ അറ്റോമിക് സ്ട്രക്ചർ പഠിച്ചു, പീരിയോഡിക് ടേബിൾ എന്താണെന്ന് മനസ്സിലാക്കി. അങ്ങനെ അവസാനം കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ അടുത്ത ഒരു ലെസൺ ആരംഭിക്കുകയാണ്. ഈ പാഠത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. നമ്മളുടെ കെമിസ്ട്രി ടോപ്പിക്കിൻ്റെ പകുതി പോർഷൻസ് നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് മൊത്തം 14 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. അതിൽ 7ഓളം ചാപ്റ്റേഴ്സ് നിങ്ങൾ ഇതിനോടകം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാമത്തെ ചാപ്റ്ററായ റിഡോക്സ് റിയാക്ഷൻസിനെ കുറിച്ചാണ്. വാട്ട് ആർ റിഡോക്സ് റിയാക്ഷൻസ്? നമുക്ക് നോക്കാം. സീ ചിൽഡ്രൻ, അവർ കെമിസ്ട്രി ഡീൽസ് വിത്ത് വെറൈറ്റീസ് ഓഫ് മാറ്റർ ആൻഡ് ട്രാൻസ്ഫർമേഷൻ ഓഫ് വൺ ഫോം ഓഫ് മാറ്റർ ഇൻ ടു അനദർ. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുകയായിരിക്കും, എന്തിനാ ടീച്ചർ റിഡോക്സ് റിയാക്ഷൻ പറഞ്ഞപ്പോൾ ഈ മാറ്ററിൻ്റെ ട്രാൻസ്ഫർമേഷനെ കുറിച്ചൊക്കെ പറയുന്നതെന്നല്ലേ? നമുക്ക് നോക്കാം. ആൻ ഇമ്പോർട്ടൻറ്റ് കാറ്റഗറി ഓഫ് റിയാക്ഷൻസ് ഇൻ വിച്ച് ട്രാൻസ്ഫർമേഷൻ ഓഫ് മാറ്റർ ഒക്കേഴ്സ് ഈസ് റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്ഫർമേഷൻ ഓഫ് മാറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൂട്ടം റിയാക്ഷൻസ് ആണ് ആര്? റിഡോക്സ് റിയാക്ഷൻസ്. ഇനി നോക്കൂ, എ നമ്പർ ഓഫ് ഫിസിക്കൽ ആസ് വെൽ ആസ് ബയോളജിക്കൽ ഫിനോമിന കൺസേൺ വിത്ത് റിഡോക്സ് റിയാക്ഷൻസ്. ഒരുപാട് തരം ഫിസിക്കലും ബയോളജിക്കലുമായ ഫിനോമിനാസ് റിഡോക്സ് റിയാക്ഷൻസ് ആണ്. ഇനി നോക്കൂ, റിഡോക്സ് റിയാക്ഷൻസ് ഫൈൻഡ് എക്സ്റ്റെൻസീവ് യൂസ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ, ബയോളജിക്കൽ, ഇൻഡസ്ട്രിയൽ എക്സെട്ര ഏരിയാസ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന റിഡോക്സ് റിയാക്ഷൻസിന് ഫാർമസ്യൂട്ടിക്കൽ ഏരിയയിലും ഇൻഡസ്ട്രിയൽ ഏരിയയിലും ബയോളജിക്കൽ ഏരിയ പോലുള്ള പ്രധാനപ്പെട്ട മറ്റനവധി ഏരിയകളിൽ പ്രാധാന്യം ഉള്ളതാണ്. ഇനി നോക്കൂ, മറ്റൊരു കാര്യം. ഹാവ് യു ഹേർഡ് ഓഫ് ഹൈഡ്രജൻ ഇക്കോണമി? വാട്ട് ഈസ് ഹൈഡ്രജൻ ഇക്കോണമി? ഓക്കെ, വെരി ഗുഡ്. യൂസ് ഓഫ് ലിക്വിഡ് ഹൈഡ്രജൻ ആസ് ഫ്യൂവൽ. അപ്പോൾ ലിക്വിഡ് ഹൈഡ്രജനെ ഫ്യൂവൽ ആക്കി ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജൻ ഇക്കോണമി എന്നൊരു സംഗതി ഇന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതിലും നമ്മുടെ റിഡോക്സ് റിയാക്ഷൻസിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. മറ്റൊരു കാര്യം നോക്കൂ. ഹാവ് യു ഹേർഡ് ഓഫ് ഓസോൺ ഡിപ്ലീഷൻ? ഓസോൺ ഡിപ്ലീഷൻ ഈസ് ഓൾസോ അനദർ റിഡോക്സ് ഫിനോമിന. അപ്പോൾ ഇത്രയധികം വ്യത്യസ്ത മേഖലകളിൽ റോളുള്ള റിഡോക്സ് റിയാക്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പോയിൻറ്റ്സ് കുറിച്ചെടുക്കാൻ പേനയും ബുക്കും ഒക്കെ റെഡിയാക്കിയല്ലോ? റെഡിയല്ലേ? നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, ചില ചിത്രങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് റിഡോക്സ് റിയാക്ഷൻസിൻ്റെ പഠനം ആരംഭിക്കാം. നിങ്ങളിത് നോക്കൂ. എന്താണ് ഈ ചിത്രം കാണിക്കുന്നത്? ഓക്കെ, ബേണിംഗ് ആണല്ലേ? അപ്പോൾ ബേണിങ്ങിൽ നമുക്കറിയാം ആരുമായാണ് റിയാക്ഷൻ നടക്കുന്നത്? കത്താൻ സഹായിക്കുന്ന വാതകം എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ടല്ലേ? ആരാണത്? വെരി ഗുഡ്, മിടുക്കരാണല്ലോ നിങ്ങൾ. ഓക്സിജൻ. ഇനി നോക്കൂ, ഈ ചിത്രത്തിൽ എന്താണുള്ളത്? നമ്മളുടെ കഴിക്കുന്ന ആഹാരം, ഫ്യൂവൽ, അത് മറ്റൊരു ഫ്യൂവലാണ്, അറിയാമല്ലോ. ആ ഫ്യൂവൽ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന ഓക്സിജൻ്റെ പ്രസൻസിൽ
ബേൺ ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്, നമുക്ക് വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട എനർജി റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതും മറ്റൊരു റിഡോക്സ് റിയാക്ഷൻ എക്സാമ്പിളാണ്. ഇനി നിങ്ങൾ അടുത്ത വർഷം മെറ്റലർജി, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസിനെ കുറിച്ച് പഠിക്കും. ഇവിടെ ദാ ഈ ചിത്രത്തിലുള്ളത് അയൺ എന്ന് പറയുന്ന ലോഹത്തിൻ്റെ എക്സ്ട്രാക്ഷനാണ്. ഇതും മറ്റൊരു റിഡോക്സ് റിയാക്ഷനാണ്. ഇനി നോക്കൂ, വ്യാവസായിക പ്രാധാന്യമുള്ള കോസ്റ്റിക് സോഡ നിർമ്മിക്കുന്ന ഒരു സെല്ലാണ് ചിത്രത്തിലുള്ളത്. ഇവിടെയും നമുക്ക് റിഡോക്സ് റിയാക്ഷൻസ് കാണാനാകും. ഇനി ഡ്രൈ ആൻഡ് വെറ്റ് ബാറ്ററീസ് ആയിട്ടുള്ള ഒരുപാട് ഇലക്ട്രോ കെമിക്കൽ സെൽസ് ഉണ്ട്. ഇവിടെയൊക്കെ തന്നെ നമ്മുടെ റിഡോക്സ് റിയാക്ഷൻസ് നല്ല ഒരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഇനി ഈ അവസാന ചിത്രം ടീച്ചർ പറയില്ല, നിങ്ങൾ തന്നെ പറയണം ഇതെന്താണ്. ആരോ പറഞ്ഞല്ലോ ഉത്തരം? വെരി ഗുഡ്. റസ്റ്റിംഗ് ഓഫ് അയൺ, അല്ലെങ്കിൽ നമുക്ക് ജനറലി എന്തെന്ന് പറയാം, ഇറ്റ് ഈസ് കൊറോഷൻ, കൊറോഷൻ ഓഫ് മെറ്റൽസ്, ലോഹനാശനം. ഇവിടെയും നടക്കുന്നത് എന്ത് തന്നെയാണ്? റിഡോക്സ് റിയാക്ഷൻസ് ആണ്. അപ്പോൾ നമ്മുടെ റിഡോക്സ് റിയാക്ഷൻസ് ഏതൊക്കെ മേഖലകളിലാണ് ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് ഈ ചിത്രങ്ങളിലൂടെ കടന്നുപോയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത സെഷനിൽ റിഡോക്സ് റിയാക്ഷൻസിനെ കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. റെഡിയല്ലേ? ഓക്കെ. ടീച്ചർ ഒന്ന് ചോദിക്കട്ടെ, ഈ റിഡോക്സ് റിയാക്ഷൻസ് എന്ന വാക്കിൽ മറ്റേതെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള വാക്കുകൾ കൂടി ചേർന്നിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് പാർട്ടിലെ റെഡ് സ്റ്റാൻഡ്സ് ഫോർ, അല്ലെങ്കിൽ റെഡ് ഈസ് എ പാർട്ട് ഫ്രം റിഡക്ഷൻ റിയാക്ഷൻ, കേട്ടിട്ടുണ്ടല്ലേ? ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഓക്സ് ഈസ് കമ്മിങ് ഫ്രം ഓക്സിഡേഷൻ റിയാക്ഷൻ. അപ്പോൾ റിഡോക്സ് എന്ന് പറയുന്നത് സീ ദിസ് റിഡക്ഷൻ റിയാക്ഷൻ്റെയും ഓക്സിഡേഷൻ റിയാക്ഷൻ്റെയും ഒരു സമ്മപ്പാണ്, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്നതാണ് എന്ത്? റിഡോക്സ് റിയാക്ഷൻസ്. അപ്പോൾ റിഡോക്സ് റിയാക്ഷൻസിനെ കുറിച്ചുള്ള ഒന്നാമത്തെ കാര്യം പിടികിട്ടിയല്ലോ. റിഡക്ഷൻ റിയാക്ഷനും ഓക്സിഡേഷൻ റിയാക്ഷനും ചേർന്നതാണ് റിഡോക്സ് റിയാക്ഷൻ. When reduction reaction and oxidation reaction takes place simultaneously, it is called a redox reaction. And our chemistry is essentially a study of redox systems. Okay? ഇനി എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ എന്നാണ് നമ്മൾ അടുത്തതായി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഓക്സിഡേഷൻ എന്ന ആ ഒരു റിയാക്ഷൻ്റെ പേരിൽ ഏതെങ്കിലും എലമെൻറ്റുമായി നിങ്ങൾക്ക് സിമിലാരിറ്റി തോന്നുന്നുണ്ടോ? ശരിയാണല്ലേ, ഓക്സിജൻ. അപ്പോൾ നമുക്ക് ഓക്സിഡേഷൻ റിയാക്ഷനെ അഡിഷൻ ഓഫ് ഓക്സിജൻ എന്ന് നിർവചിക്കാം. സോ addition of oxygen is one of the ideas of redox reactions, and that idea is known as classical idea of redox reactions. See this? Oxidation is addition of oxygen according to classical idea. See the examples. 2Mg plus O2 gives 2MgO. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. S plus O2 gives SO2. അപ്പോൾ ഓക്സിജനുമായിട്ടാണ് മിക്കവാറും എലമെൻറ്റ്സ് ഒക്കെ തന്നെ കമ്പൈൻ ചെയ്യുന്നത്. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാമോ? അറ്റ്മോസ്ഫിയർ കണ്ടെയ്ൻസ് ഡൈഓക്സിജൻ. സോ എലമെൻറ്റ്സ് ക്യാൻ ഈസിലി കമ്പൈൻ വിത്ത് ദിസ് ഡൈഓക്സിജൻ ഫോമിങ് ഓക്സൈഡ്സ്. ആക്ച്വലി ദിസ് ഈസ് ദ റീസൺ വൈ most of the elements exist as their oxides on earth, and this is an example of oxidation reaction also. Actually this is a limited definition of oxidation. ഇനി നിങ്ങൾ ഈ എക്സാമ്പിൾ നോക്കൂ. CH4 plus 2O2 gives CO2 plus 2H2. ഇവിടെ നമ്മൾ ക്ലാസിക്കൽ ഐഡിയ പ്രകാരം oxygen is added to methane, so oxidation is the reaction there, isn't it? പക്ഷേ നോക്കൂ, നിങ്ങളവിടെ ഹൈഡ്രജനെ റീപ്ലേസും ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഓക്സിഡേഷനെ എങ്ങനെയെന്നും കൂടി പറയാൻ പറ്റും. ഓക്സിഡേഷൻ ഈസ് റിമൂവൽ ഓർ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഹൈഡ്രജൻ ഓൾസോ, ശരിയല്ലേ? ഇനി അടുത്ത എക്സാമ്പിൾ നോക്കൂ. 2H2S plus O2 gives 2S plus 2H2O. That is, removal of hydrogen is also oxidation. മറ്റു ചില എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. Later chemists extended the definition of oxidation for reactions which do not contain hydrogen and oxygen. See these examples. Mg plus F2 gives MgF2. Mg plus Cl2 gives MgCl2. And Mg plus S gives MgS. നോക്കൂ, ഇവിടെ ഈ റിയാക്ഷൻസിലൊന്നും ഹൈഡ്രജനും ഓക്സിജനും ഇല്ല അല്ലേ.
പക്ഷേ ആ 3 ആഡ് ചെയ്യുന്ന റിയാക്റ്റൻറ്റുകൾക്കൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഫ്ലൂറിൻ, ക്ലോറിൻ, സൾഫർ. എന്താണ് അവരുടെ പ്രത്യേകത? ദേ ആർ ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്സ്. സോ oxidation can be defined in another way in classical idea as addition of electronegative elements. Clear അല്ലേ? ഇനി നമുക്ക് ഓക്സിഡേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് റിഡക്ഷൻ. അപ്പോൾ നിങ്ങൾ തന്നെ പറയുമല്ലോ, റിഡക്ഷനെ നമുക്ക് ഈ 3 പേരെ വെച്ച് എങ്ങനെ പറയാം? ഓക്സിഡേഷൻ എന്താണ് നമ്മൾ പറഞ്ഞത്? അഡീഷൻ ഓഫ് ഓക്സിജൻ, അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. പിന്നീട് എന്ത് പറഞ്ഞു? addition of electronegative element. So we can define reduction as, on the basis of classical idea, addition of hydrogen and removal of oxygen or removal of electronegative element. ഈ എക്സാമ്പിൾ ഒന്ന് നോക്കിക്കേ. 2K4FeCN6 plus H2O2 gives 2K3FeCN6 plus 2KOH. ഇവിടെ ക്ലാസിക്കൽ ഐഡിയയിൽ നമ്മൾ ഓക്സിഡേഷനെ മറ്റൊരു തരത്തിൽ ഡിഫൈൻ ചെയ്യുകയാണ്. See this, here potassium ion is removed and potassium is an electropositive element. So another definition of oxidation in terms of electropositive element is removal of electropositive element. അപ്പോൾ റിഡക്ഷൻ എങ്ങനെ ആയിരിക്കും? തീർച്ചയായും റിഡക്ഷൻ ഈസ് addition of electropositive element. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് റിഡക്ഷൻ്റെ കുറേ എക്സാമ്പിൾസ് കൂടി നോക്കിയാലോ? മോർ എക്സാമ്പിൾസ് ഓഫ് റിഡക്ഷൻ. 2HgO gives 2Hg plus O2. Here actually removal of oxygen from mercuric oxide. So the reaction is reduction. Next one, 2FeCl3 plus H2 gives 2FeCl2 plus 2HCl. Here what is removing? An electronegative element chlorine is removing. ശരിയല്ലേ? So that also is reduction. Next one is CH2 double bond CH2 plus H2. Ethene undergoes addition with hydrogen forming ethane, CH3 single bond CH3. And that also addition of hydrogen, which is reduction. Okay. Next one, 2HgCl2 plus SnCl2 gives Hg2Cl2 plus SnCl. So here what is actually happening? Addition of mercury to mercury chloride. ശരിയല്ലേ? Mercury is an electropositive element. See in this example, last one, what is happening to SnCl2? SnCl2 changes to SnCl4. There actually which element is getting added to it? Chlorine. Chlorine belongs to which group? It's an electronegative element. ശരിയല്ലേ? അപ്പോൾ ഇലക്ട്രോനെഗറ്റീവ് എലമെൻ്റ് ആയ ക്ലോറിൻ SnCl2നോട് ആഡ് ചെയ്താണ് ഇതേ റിയാക്ഷൻ, നമ്മൾ നേരത്തെ റിഡക്ഷൻ എക്സാമ്പിൾ പറഞ്ഞ സെയിം റിയാക്ഷനിൽ തന്നെ എന്ത് നടക്കുന്നു? ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് Cl ഈസ് ആഡഡ്. സോ നമ്മൾ ഇലക്ട്രോനെഗറ്റീവ് എലമെൻ്റ് ആയ Cl SnCl2നോടുകൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ക്ലാസിക്കൽ ഐഡിയയിൽ പറഞ്ഞ ഇത് പ്രകാരം ഇതെന്തിന് എക്സാമ്പിളാണ്? ഓക്സിഡേഷൻ എക്സാമ്പിൾ ആണല്ലേ. അപ്പോൾ റിഡക്ഷൻ വരുന്ന അതേ റിയാക്ഷനിൽ തന്നെ ഓക്സിഡേഷനും വരികയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് മറ്റൊരു കൺസെപ്റ്റ് നമുക്ക് പറയേണ്ടി വരുന്നത്. സോ ഇൻ ദ ഫോർത്ത് റിയാക്ഷൻ ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ സെയിം റിയാക്ഷൻ. ഇനി നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞ റിയാക്ഷൻസിലൊക്കെ തന്നെ നിങ്ങൾ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്താൽ യു ക്യാൻ സീ both reduction as well as oxidation is taking place in the same reaction. So all these are examples of redox reactions. See this? What is the redox reaction? നമ്മൾ നേരത്തെ പറഞ്ഞു reduction reaction and oxidation reaction takes place simultaneously in a redox reaction. Okay? ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കാമോ? ചോദ്യം ഇതാണ്. In the reaction given below, identify the species undergoing oxidation and reduction. First one, H2S plus Cl2 gives 2HCl plus S. Second one, 2Fe3O4 plus 8Al gives 9Fe plus 4Al2O3. And the third one is 2Na plus H2 gives 2NaH. ഉത്തരം നിങ്ങൾ പറയുമോ അതോ ടീച്ചർ പറയണോ? ശരി, നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. ആൻസർ എഴുതി വയ്ക്കുമല്ലോ.
ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കൂ. ആരാണ് ഇവിടെ ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നത്? H2S is oxidized. ശരിയല്ലേ? കാരണം എന്താ? Cl2 is an electronegative element which is added to H2S. അപ്പോൾ Cl2ന് എന്താ സംഭവിക്കുക? Cl2 is reduced. And in second question, ആർക്കാ ഓക്സിഡേഷൻ നടക്കുന്നത്? ആർക്കാ? ശരിയാണ്, അലുമിനിയം. ഓക്കെ, എന്നാൽ പറയൂ റിഡക്ഷൻ. അവിടെ നിന്ന് പറഞ്ഞല്ലോ, ശരിയാണ്, Fe3O4 is reduced. എന്നാൽ അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നവർക്കൊരു സമ്മാനമുണ്ട്. റെഡി ആയിക്കോളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ആർക്കാണ് ഓക്സിഡേഷൻ, ആർക്കാണ് റിഡക്ഷൻ? നമ്മുടെ ക്ലാസിക്കൽ ഐഡിയ പ്രകാരം നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത് റിഡക്ഷൻ എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ വരും, പക്ഷേ ആരും കൺഫ്യൂസ്ഡ് ആകരുത്. സി ഹിയർ, comparing Na and H, the two reactants, here Na is more electropositive and that Na is added to H2. So, H2 is getting reduced, and here comparing with Na, hydrogen is electronegative. See this, very important, comparing with Na, hydrogen is electronegative. So, according to classical idea, here the electronegative element is hydrogen, which is added to sodium. So, sodium is getting oxidized. എത്ര പേര് ശരിയാക്കി ഉത്തരം? വെരി ഗുഡ്. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവില്ലല്ലോ. ഓക്കെ, അപ്പോൾ എത്ര പേർക്ക് ഉത്തരം ശരിയായി? വെരി ഗുഡ്. അപ്പോൾ ഇവിടെ നമുക്ക് സോഡിയത്തിന് ഓക്സിഡേഷനും ഹൈഡ്രജന് റിഡക്ഷനുമാണ് സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴാണ് മറ്റൊരു കൺസെപ്റ്റ് കൂടി റിഡോക്സ് റിയാക്ഷന് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ക്ലിയർ ആയിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനാകൂ എന്ന് കെമിസ്റ്റേഴ്സിന് മനസ്സിലായി. So, later chemists extended the definition of oxidation and reduction or definition of redox reactions based on electron transfer reactions or based on electron transfer. Okay, നമുക്കത് എന്താണെന്ന് പഠിക്കാം. So, redox reactions in terms of electron transfer reactions. ഈ മൂന്ന് ഇക്വേഷൻസ് ഒന്ന് നോക്കിക്കേ. 2Na plus Cl2 gives 2NaCl. 4Na plus O2 gives 2Na2O. 2Na plus S gives Na2S. ഇവിടെ നമുക്ക് ആ പ്രോഡക്റ്റുകളിൽ നിന്നും നമ്മുടെ ഡിസ്കഷൻ തുടങ്ങാം. ആരൊക്കെയാണ് പ്രോഡക്ട്സ് ആയി കിട്ടിയിരിക്കുന്നത് ഈ മൂന്ന് റിയാക്ഷനിലും? ഫസ്റ്റ് വൺ ഈസ് NaCl ആൻഡ് ദ നെക്സ്റ്റ് വൺ Na2O ആൻഡ് Na2S. ഓക്കെ, ഇവരേത് വിഭാഗത്തിൽപ്പെടുന്ന കോമ്പൗണ്ട്സ് ആണ്? നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ശരിയാണ്, ആരോ ഉത്തരം പറഞ്ഞു, അയോണിക് കോമ്പൗണ്ട്സ് ആണല്ലേ. എന്താണ് അയോണിക് കോമ്പൗണ്ട്സ്? അല്ലെങ്കിൽ എന്ത് തരം ബോണ്ട്സ് ആണ് അവരിലുള്ളത്? അയോണിക് ബോണ്ടാണ് അല്ലേ. സോ ദ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ അയോൺസ് ഓർ ഇൻ അയോണിക് കോമ്പൗണ്ട്സ് ദെയർ ആർ അയോണിക് ബോണ്ട്സ് പ്രസൻറ്റ്. അല്ലെങ്കിൽ അയോണിക് കോമ്പൗണ്ട്സിൽ അയോൺസ് ആണ് മെയിനായിട്ടും കാണപ്പെടുന്നത്. വാട്ട് ആർ അയോൺസ്? they are charged species. എങ്ങനെയാണ് ചാർജ്ഡ് സ്പീഷീസ് ഉണ്ടാകുന്നത്? ആറ്റങ്ങൾ ഇലക്ട്രോൺസ് ലോസ് ചെയ്യുമ്പോഴോ ഗെയിൻ ചെയ്യുമ്പോഴോ ആണ് കറസ്പോണ്ടിങ് അയോൺസ് ആയി മാറുന്നത്. അത്തരം അയോൺസ് തമ്മിൽ ബോണ്ട് ഉണ്ടാക്കി ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അയോണിക് കോമ്പൗണ്ട്സ്. അപ്പോൾ ഇവിടെ ഈ റിഡോക്സ് റിയാക്ഷൻസിൽ ഇപ്പോൾ നമ്മൾ എന്താണ് അയോൺസുമായി ബന്ധപ്പെട്ട് പറയാൻ പോകുന്നതെന്ന് ശ്രദ്ധിക്കുക. എങ്കിൽ നിങ്ങൾക്ക് പറയാമോ NaCl അയോൺസ് ആരൊക്കെയാണെന്ന്? Na പ്ലസ് അയോണും Cl മൈനസ് അയോണും. എങ്ങനെയായിരിക്കും Na പ്ലസ് അയോൺ ഉണ്ടാവുക? ബൈ ലോസിങ് 1 ഇലക്ട്രോൺ ഫ്രം Na ആറ്റം. Cl മൈനസോ? ഗെയിനിങ് 1 ഇലക്ട്രോൺ ബൈ Cl ആറ്റം. ഓക്കെ, so here we are going to define redox reactions or oxidation reduction reactions in terms of electron transfer. ഓക്കെ, പോയിൻറ്റ്സ് നോട്ട് ചെയ്യുന്നുണ്ടല്ലോ. വെരി ഗുഡ്. ഈ ഇക്വേഷൻസ് നോക്കൂ. ഇപ്പോൾ ഈ ഇക്വേഷൻസിലെല്ലാം നമ്മൾ അയോൺസിൻ്റെ ചാർജ് കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇലക്ട്രോൺ ലോസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സി ദിസ് 2Na loses 2 electrons, means 1 Na loss 1 electron each, forming 2Na plus, and Cl2 gains 2 electrons. Same way 1 Cl gains 1 electron. 2 Cl atoms gains 2 electrons, forming 2 Cl minus. There are 2 Cl minus in 2 NaCl, isn't it?
അതുപോലെ അടുത്ത 2 റിയാക്ഷനിലുമുള്ള ഇലക്ട്രോൺ ട്രാൻസ്ഫർ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഇനി നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിലെ 2 റിയാക്ഷൻസ് ഉണ്ട് ഇവിടെ. ആ 2 റിയാക്ഷന് 2 ഹാഫ് റിയാക്ഷൻസ് എന്നാണ് പറയുന്നത്. നോക്കൂ, ആ ഹാഫ് റിയാക്ഷൻസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2Na gives 2Na plus plus 2 electron, that is the first half, and second half is Cl2 plus 2 electron gives 2Cl minus. ഈ ഹാഫ് റിയാക്ഷൻസ് നമുക്ക് അടുത്ത ഒരു സെഷൻ ബാലൻസിങ് റിഡോക്സ് റിയാക്ഷൻസിൽ വളരെ പ്രധാനപ്പെട്ടതായി വരും. ശ്രദ്ധിക്കണേ. ഇനി ഈ 2 ഹാഫ് റിയാക്ഷൻസിനെയും നമുക്ക് ആഡ് ചെയ്ത് we can write the overall reaction as 2Na plus Cl2 gives 2Na plus Cl minus or 2NaCl. ഓക്കെ, അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഉൾപ്പെടെ നമ്മൾ റിയാക്ഷനിൽ മാർക്ക് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻ വച്ചിട്ട് റിഡോക്സ് റിയാക്ഷനെ നിർവചിക്കുകയാണ്. സി, half reactions that involve loss of electrons are called oxidation reaction. Similarly, half reactions that involve gain of electrons are called reduction reactions. എഴുതിയെടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ ക്ലാസിക്കൽ ഐഡിയയും ഇലക്ട്രോണിക് കൺസെപ്റ്റും ഇനി ഒരുമിച്ച് പറയാണ്. ശ്രദ്ധിക്കണേ, അടുത്ത സ്ലൈഡിൽ അതാണ്. സീ ദിസ്, ഓക്സിഡേഷനെ എങ്ങനെയൊക്കെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? അഡീഷൻ ഓഫ് ഓക്സിജൻ, അഡീഷൻ ഓഫ് ഇലക്ട്രോൺ നെഗറ്റീവ് എലമെൻറ്റ്, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ, റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ്, നമ്മളിപ്പോൾ പഠിച്ച കൺസെപ്റ്റ് പ്രകാരം റിമൂവൽ ഓർ ലോസ് ഓഫ് ഇലക്ട്രോൺസ്, അതുപോലെ റിമൂവൽ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞു നമ്മൾ റിഡക്ഷൻ. നോക്കൂ, റിമൂവൽ ഓഫ് ഓക്സിജൻ, റിമൂവൽ ഓഫ് ഇലക്ട്രോൺ നെഗറ്റീവ് എലമെൻറ്റ്, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, അഡീഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് അഡീഷൻ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ്. സംശയമുണ്ടോ? ഈ കൺഫ്യൂഷൻ മാറ്റാൻ ടീച്ചർ ഒരു ട്രിക്ക് പറഞ്ഞു തരികയാണേ. നമ്മുടെ രസതന്ത്രം പലപ്പോഴും രസകരമായ തന്ത്രങ്ങളിലൂടെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ആ തന്ത്രങ്ങൾ നിങ്ങൾക്ക് സ്വയം ആവിഷ്കരിക്കാം. ഇവിടെ ടീച്ചർ ഒരു തന്ത്രം പറഞ്ഞു തരികയാണേ. ഇവിടെ നമ്മൾ എത്ര പേരെയാണ് ഇപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്? ഓക്സിജൻ ഉണ്ട്, ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റ് ഉണ്ട്, ഇലക്ട്രോ പോസിറ്റീവ് എലമെൻ്റ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഇവരിൽ ആരെയാണ് ആഡ് ചെയ്യുന്നത്, ആരെയാണ് റിമൂവ് ചെയ്യുന്നത് ഓക്സിഡേഷനിൽ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുമ്പോൾ നമുക്കവിടെ ഒരു എളുപ്പ വഴിയുണ്ട്. ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക, ഓക്സിജനെ ആഡ് ചെയ്യുന്നത് ഓക്സിഡേഷനാണ്. ഇത് മറക്കാതിരിക്കുക. എളുപ്പമല്ലേ? അഡീഷൻ ഓഫ് ഓക്സിജൻ ഈസ് ഓക്സിഡേഷൻ. സോ വി ആർ ഡിവൈഡിങ് ദീസ് സ്പീഷീസ് ഇൻറ്റു 2 ഗ്രൂപ്പ്സ്. Oxygen's companion is electronegative element. They belong to group 1. Oxygen and electronegative element belong to group 1. And in the second group, hydrogen, electropositive element and electrons. Clear ആണല്ലോ? നോട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിലുള്ളവരെ ആഡ് ചെയ്യുന്നത് ഓക്സിഡേഷൻ ആണെന്ന് ഓർക്കുക. കാരണം ഓക്സിജൻ ആ ഗ്രൂപ്പിലുണ്ട്, ഓക്സിജൻ ആഡ് ചെയ്യുന്നത് ഓക്സിഡേഷനാണ്. അതുപോലെ രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ളവരെ ആഡ് ചെയ്യുന്നത് റിഡക്ഷനുമാണ്. എളുപ്പമല്ലേ? അപ്പോൾ അവരുടെ റിമൂവൽ എന്തായിരിക്കും? അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി ഓക്സിഡേഷനും റിഡക്ഷനും ഈ 2 കൺസെപ്റ്റുകളും എല്ലാവർക്കും മനസ്സിലായി എന്ന് ടീച്ചർ കരുതുകയാണ്. നമുക്ക് അടുത്ത സെഷനിലോട്ട് പോകാമോ? ഓക്കെ. ഇനി നമുക്ക് റിഡോക്സ് റിയാക്ഷൻസുമായി ബന്ധപ്പെട്ട മറ്റ് ചില ടേംസ് കൂടി നോക്കിയാലോ? സീ ദിസ്, ഓക്സിഡൈസിങ് ഏജൻറ്റ് ഓർ ഓക്സിഡൻറ്റ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ് ഓർ റിഡക്റ്റൻറ്റ്. നമുക്കൊന്ന് ഡിഫൈൻ ചെയ്താലോ ഇവരെ? ശരി. ദ സ്പീഷീസ് വിച്ച് അണ്ടർഗോസ് ഓക്സിഡേഷൻ ഈസ് റെഡ്യൂസിങ് ഏജൻറ്റ് ഓർ റിഡക്റ്റൻറ്റ്. അപ്പോൾ ഒരു റിഡോക്സ് റിയാക്ഷനിൽ ആരാണോ ഓക്സിഡേഷന് വിധേയമാകുന്നത്, നമ്മളിപ്പോൾ 2 കൺസെപ്റ്റിലൂടെയും മനസ്സിലാക്കി ആർക്കാണ് ഓക്സിഡേഷൻ, ആർക്കാണ് റിഡക്ഷൻ. വ്യത്യസ്ത കൺസെപ്റ്റുകളിലൂടെ നമ്മളത് മനസ്സിലാക്കി. അപ്പോൾ ഓക്സിഡേഷൻ ആർക്കാണോ സംഭവിക്കുന്നത് അയാളെ വിളിക്കുന്ന പേരാണ് റെഡ്യൂസിങ് ഏജൻറ്റ് അഥവാ റിഡക്റ്റൻറ്റ്. മറ്റൊരു നിർവചനം കൂടിയുണ്ട്. റെഡ്യൂസിങ് ഏജൻറ്റ് ഈസ് ഡോണർ ഓഫ് ഇലക്ട്രോൺസ്. നമ്മൾ അവസാനം പഠിച്ച കൺസെപ്റ്റ് വെച്ചിട്ട് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നയാളാണ് ആര്? റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ എന്തായിരിക്കും ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ ഡെഫിനിഷൻ? നോക്കൂ, ദ സ്പീഷീസ് വിച്ച് അണ്ടർഗോസ് റിഡക്ഷൻ ഈസ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഓർ ഓക്സിഡൻറ്റ്. എന്നാൽ ഇലക്ട്രോണിക് കൺസെപ്റ്റ് വെച്ച് ഓക്സിഡൈസിങ് ഏജൻറ്റിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഓക്സിഡൈസിങ് ഏജൻറ്റ് ഈസ് അക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോൺസ്. ശരിയല്ലേ? ഓക്കെ.
അപ്പോൾ ഈ ഭാഗത്തുനിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് പലപ്പോഴും ആർക്കാണ് ഓക്സിഡേഷൻ, ആർക്കാണ് റിഡക്ഷൻ, ആരാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്, ആരാണ് റെഡ്യൂസിങ് ഏജൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ റിയാക്ഷൻസ് എഴുതി അത് പഠിച്ചോളുമല്ലോ. അപ്പോൾ ഓരോ റിയാക്ഷൻസ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് നമ്മളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? അപ്പോൾ നമ്മളിന്ന് 2 വ്യത്യസ്ത തരം രീതിയിൽ റിഡോക്സ് റിയാക്ഷൻസിനെ കുറിച്ച് മനസ്സിലാക്കി. വൺ ഈസ് ക്ലാസിക്കൽ ഐഡിയ ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻസ്. ശരിയല്ലേ? അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫറിലൂടെയും ക്ലാസിക്കൽ ഐഡിയയിൽ ഓക്സിജൻ, ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്, ഇലക്ട്രോപോസിറ്റീവ് എലമെൻറ്റ്, ഹൈഡ്രജൻ, ഇതിൽ ഈ 4 സ്പീഷീസുകളിലൂടെ എങ്ങനെയാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കി. അവസാനമായി നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്ഫറിലൂടെ എങ്ങനെയൊക്കെയാണ് ഒരു റിഡോക്സ് റിയാക്ഷൻ എന്ന് മനസ്സിലാക്കി. പിന്നെയോ എന്താണ് ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ്, എന്താണ് ഒരു റെഡ്യൂസിങ് ഏജൻറ്റ് എന്നും മനസ്സിലാക്കി. അപ്പോൾ ഒരു റിയാക്ഷനിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ അടയാളപ്പെടുത്തിക്കൊണ്ട് അതിൽ ആർക്കാണ് ഓക്സിഡേഷൻ, ആർക്കാണ് റിഡക്ഷൻ എന്നിപ്പോൾ നമുക്ക് എഴുതാൻ അറിയാമല്ലോ. ശരി, ഇന്നത്തെ അസൈൻമെൻറ്റ് അതുമായി ബന്ധപ്പെട്ടതാവട്ടെ. നമുക്ക് അസൈൻമെൻറ്റ് നോക്കിയാലോ. ഓക്കെ, ചോദ്യം ഇതാണ്: ഐഡൻറ്റിഫൈ ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഓക്സിഡൈസിങ് ഏജൻറ്റ്, reducing agent in the following reactions. Question number 1, 2Na plus Cl2 gives 2NaCl. 2HgCl2 plus SnCl2 gives Hg2Cl2 SnCl4. CH4 plus 2O2 gives CO2 plus 2H2. ക്ലിയർ ആണല്ലോ? ആൻസേഴ്സ് എഴുതി ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. എല്ലാവരും സേഫായിരിക്കുക. Have a nice time. Thank you.